എന്നാൽ അനുയായികളുടെ കാലുകളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. മനുഷ്യൻ ചെയ്തു പോയ പാപങ്ങളുടെ കുറ്റങ്ങളെ കുറവുകളെ എല്ലാം ദൈവം ക്ഷമിക്കുകയാണ്. എല്ലാ മനുഷ്യരും എന്ത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? മാനസാന്തരപ്പെടണം. അപ്പോ യേശു പറയുന്നത് സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ, മാനസാന്തരപ്പെടുവിൻ. അപ്പോ നമ്മള് പഴയകാല ചെയ്ത് പോയ പ്രവർത്തികളും ആ ദോഷമായകരമായ ചിന്തിക്കാൻ പോലും പറ്റാത്ത ചില പാപ സ്വഭാവങ്ങൾ, ഇതെല്ലാം അറിയായ്മയുടെ കാലങ്ങളിലാണ് സംഭവിച്ചു പോയത്. ദൈവത്തെ കുറിച്ച് നേരവണ്ണം അറിഞ്ഞിട്ടില്ല, ദൈവത്തിന്റെ വചനം നേരവണ്ണം നമുക്ക് ക്രിയ ചെയ്തിട്ടില്ല. അത് അറിയായ്മയുടെ കാലമാണ്. ആ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നില്ല? ഗണ്യമാക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളിൽ വിശ്വാസമായി കടന്നു വന്നു. അല്ലെ, ഈ ദൈവത്തിന്റെ വചനം നമുക്ക് എന്തായി തീർന്നു? വിശ്വാസമായി തീർന്നു. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും കണ്ടുവരിക. അപ്രകാരമായി തീരുന്ന ഒരു ദൈവവൈദ്യർ ചിന്തിക്കണം, ഹല്ലേലൂയ, എനിക്കിനി അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള യോഗ്യത ഇല്ല, ഇനി അതിനൊരു എക്സ്ക്യൂസ് എനിക്ക് തരാൻ ആരുമില്ല. ഒരു പ്രാവശ്യം എനിക്ക് ദൈവം അതിനെ ഒരു എക്സ്ക്യൂസ് തന്നതാണ്. താഴെ പറയുന്നു, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയാൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ അറിയായ്മയുടെ കാര്യങ്ങളെ ചെയ്തു പോയതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റെടുത്ത് നമ്മെ പാപം വിമുക്തനാക്കി മാറ്റി. ഇന്ന് നമ്മളെല്ലാവരും ചിന്തിക്കണം, നമ്മളെല്ലാവരും വിശുദ്ധിയുടെ അനുഭവത്തിലാണ്. സ്തോത്രം, വിശുദ്ധിയുടെ അനുഭവത്തിലാണ്. ഇനി ഒരു ദിവസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദിവസം എപ്പോഴാണെന്ന് അറിയില്ല. ഒരു പുരുഷന്മാർ കർത്താവായ യേശു ക്രിസ്തുവാണ് പറയുന്നു, വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും, ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീരിട്ട് ചുട്ടുകളയുകയും ചെയ്യും. കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്ത് വെളിപ്പെടുമ്പോൾ ഭൂമിയിൽ എന്ത് സംഭവിക്കും? കതിരും പതിരും വേർതിരിയും. കതിരാണെങ്കിൽ കളപ്പുരയിലേക്ക് മാറ്റപ്പെടും, കർത്താവിനോട് കൂടെ നിത്യതയിൽ. അല്ലെങ്കിലോ പതിരാണെങ്കിലോ കെടാത്ത തീ. ഒരു പുരുഷൻ മുഖാന്തരം നിശ്ചയിച്ചു, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. ഇപ്പോ ക്രിസ്തുവിലായിരിക്കുന്ന ദൈവമക്കൾ ഈ ഭൂമിയിൽ വെച്ച് മരണമുഖാന്തരം മാറ്റപ്പെട്ടാലും കർത്താവിന്റെ വരവിങ്കൽ എന്ത് സംഭവിക്കും? അവർ ആദ്യമേ രൂപാന്തരപ്പെടും, ആദ്യം അവർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും രൂപാന്തരപ്പെട്ട് കർത്താവിനോട് കൂടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കും. നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ, നമ്മൾ ചെയ്തു പോയ പ്രവൃത്തികളൊക്കെ ഒന്ന് ഓർക്കാൻ പോലും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അയ്യോ, എന്തൂന്നൊക്കെ ചെയ്ത് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. ഇതെല്ലാം ദൈവം നമ്മളോട് ക്ഷമിച്ചിരിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു കന്യകയെ പോലെ കളങ്കം തട്ടാതെ. ആമേൻ. നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ ഹല്ലേലൂയ പറയുന്ന പോലെ ഹല്ലേലൂയ, ആയുസ്സിൻ നീരലുകൾ പോൽ മങ്ങിമാറങ്ങിടും നേരത്തിലും തേജസ്സിൻ സാക്ഷികളായി നിൽപ്പാൻ എന്നെന്നും കൃപ തരിക. അപ്പോ ഈ ആയുസിന്റെ ഇങ്ങനെ നെല്ല് പോലെ പോയി ഇതിന്റെ ഇടയിൽ തേജസ്സിന്റെ സാക്ഷികളായി. എന്താ തേജസ്സിന്റെ പ്രത്യേകത? അത്ഭുത പ്രകാശം. എന്ന് പറയും അത്ഭുത കഥാപ്രസം കേട്ടോണ്ടിരിക്കുന്ന ഒരു അത്ഭുത പ്രകാശം. തേജസ്സിന്റെ സാക്ഷികളായി. ഓക്കെ, തേജസ്സിന്റെ സാക്ഷികളെ നിൽക്കാന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ തന്നെ ഒരു പാട്ടുണ്ടല്ലോ, യേശുവിൻ സാക്ഷികൾ നാം, സുവിശേഷത്തിൻ സേനകൾ നാം, ജയ് ജയഗീതം ശുഭനാമം സുവിശേഷം. അപ്പൊ നമ്മള് യേശുവിന്റെ സാക്ഷികളാ പോവുക. യേശുവിന്റെ സാക്ഷികൾ ജോലിക്ക് പോവുക. യേശുവിന്റെ സാക്ഷികൾ സുവിശേഷത്തിൻ സേനകൾ. അവിടെയൊക്കെ എന്ത് ചെയ്യണം? സുവിശേഷം. അവിടെയൊക്കെ സുവിശേഷത്തിന്റെ പ്രവൃത്തി, നല്ല വഴി, നല്ല സ്വഭാവം, ദൈവം ആഗ്രഹിക്കുന്ന വണ്ണമുള്ള ഒരു ജീവിതം. അതാണല്ലേ വേണ്ടത്. യേശുവിന്റെ സാക്ഷിയാ അല്ലെ? കോളേജിൽ പഠിക്കുമ്പോൾ യേശുവിന്റെ സാക്ഷികൾ പൊന്നുവിന്റെ കൂടെ എത്ര പേരുണ്ട്? യേശുവിന്റെ സാക്ഷികൾ 8 പേരുണ്ട്. 2 പേര്. ഓ സ്തോത്രം. ആ 2 പേരും ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാരാണ്. കാരണം മറ്റുള്ള ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് അല്ലേ?
അവരുടെ സംസാരത്തിലും അവരുടെ പ്രവൃത്തിയിലും ഹല്ലേലൂയ. ഭക്ഷണം ചോറ് വിളമ്പുമ്പോൾ അടപ്പ് തുറന്ന് ഇങ്ങനെ കറി ഇപ്പോൾ വാരി വെക്കേണ്ടല്ലോ, കറി സെപ്പറേറ്റ് പ്ലേറ്റ് ആയിട്ടാണ്. അപ്പൊ അതിങ്ങനെ എടുത്ത് വെക്കുമ്പോൾ വിശപ്പ് കൊണ്ട് അതെടുക്കുമ്പോൾ യേശുവിന്റെ സാക്ഷിയിൽ എന്ത് ചെയ്യും? വായിൽ വെക്കുന്നതിന് മുമ്പ് സ്തോത്രം അല്ലെ, അവിടെ ഇങ്ങനെ ഭയങ്കര ഒരു പ്രാർത്ഥന ഒക്കെ പ്രാർത്ഥിച്ച് എല്ലാവരും കണ്ട് കാണിച്ചത് പിന്നെ തിന്നാനായിട്ടത് സ്തോത്രം പറഞ്ഞു അല്ലെ, സ്തോത്രം പറഞ്ഞു. അവിടെയൊക്കെ നമ്മൾ കാണിക്കുന്ന മാതൃക മറ്റുള്ളവർ ശ്രദ്ധിക്കും, ഇതൊക്കെ മറ്റുള്ളവർ ശ്രദ്ധിക്കും. നമ്മൾ യേശുവിന്റെ സാക്ഷികളാണ്. പറയുന്നു, ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ നാം തേജസ് പ്രാപിച്ച് കർത്താവിനോടുകൂടെ ഇടക്കപ്പെടും. അത് നമ്മുടെ ഒരു പ്രത്യാശയാ. ആമേൻ. പറഞ്ഞ പോലെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ നിലനിൽക്കുന്നു. ഇവര് വലിയതോ സ്നേഹം തന്നെ. നമുക്ക് പ്രത്യാശയുണ്ട്, പിന്നെന്തുണ്ട്? വിശ്വാസമുണ്ട്. ഇതെല്ലാം ഈ സ്നേഹത്തിന്റെ ഉടയനായ നാഥനെ കാണുമ്പോൾ അതെല്ലാം തീർന്നു പോകുക അല്ലെ റോസ്ലിൻ ആന്റി? പ്രത്യാശ അവിടെ വെച്ച് നിൽക്കും, സ്നേഹം അവിടെ വെച്ച് നിൽക്കും, വിശ്വാസം അവിടെ വെച്ച് നിൽക്കും, സ്നേഹം നിലനിൽക്കും. നമ്മുടെ കർത്താവിന്റെ ഒരു സ്വഭാവം, ഒരു കർത്താവിന്റെ പേരെന്ന് പറയുന്നത് തന്നെ സ്നേഹമാണ്. ഞാനിത് പല പ്രാവശ്യത്തോട് പറഞ്ഞു പോയിട്ടുണ്ട്, എന്നാൽ ഇതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞു പോകണമല്ലോ. സ്നേഹമാണ്. അപ്പോ ഈ സ്നേഹത്തിന്റെ ഉടയവൻ കടന്നു വരുമ്പോൾ, ആ പ്രാണപ്രിയന്റെ മുഖമൊന്ന് കാണുമ്പോൾ നാം പിന്നെ സ്നേഹത്തിൽ നിലനിൽക്കുകയാണ്. ആമേൻ. സ്നേഹത്തിൽ കുറഞ്ഞു പോകുകയല്ല, ആ സ്നേഹത്തിൽ നിലനിൽക്കുക. ഈ ഒരു സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ വേദന ഒന്നും ഉണ്ടാകില്ല, കഷ്ടങ്ങളില്ല, ദുഃഖങ്ങളില്ല, വേദനകളില്ല. ആമേൻ. നമ്മൾ ചിലപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ ആമേൻ നമുക്കതൊരു മുറിവായി തീരാറുണ്ട് അല്ലെ, ഒരു മുറിവായി തീരാറുണ്ട്. പലപ്പോഴും വേദനിപ്പിക്കുന്ന രീതിയിലാണല്ലോ, ഞാൻ മറ്റേ വാക്ക് ഉദ്ദേശിക്കുന്നില്ല, ഇനി കുത്തി അത് ഉദ്ദേശിക്കാതെ തന്നെ വേദനിപ്പിക്കുന്ന രീതിയിലാണല്ലോ സംസാരിക്കുന്നതെന്നൊക്കെ ചിലപ്പോൾ ഉള്ളിൽ ഒരു ചിന്ത വന്നേക്കാം. അതിന്റെ ഒരു മെയിൻ കാരണം കർത്താവ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്ന ഇടയന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. മത്തായി സുവിശേഷം അതൊന്നും വായിച്ച് പെട്ടെന്ന് അവസാനം 5:20 വാക്യം. 5:19. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തവൻ സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അപ്പോ ചില കാര്യങ്ങൾ ഒരു മടിയും കൂടാതെ ദൈവസഭയിൽ വിളിച്ചു പറയുന്നതിന് കാരണം എന്ന് പറയുന്നത് ഇത് ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഇടയന്മാരുടെ ഉത്തരവാദിത്തോടെ പറയണം. ചില കാര്യങ്ങൾ എന്താ? ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകൾ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവരായി തീരും. അപ്പൊ ദൈവത്തിന്റെ വചനം ഞാൻ പറയുമ്പോൾ മനസ്സിലാകേണ്ടത് പോലെ അതിന്റെ അർത്ഥത്തിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതൊരു ദേവദാസന്റെ ഉത്തരവാദിത്തം. അങ്ങനെ പഠിപ്പിക്കാതെ ആമേൻ എല്ലാം അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞാൽ അവന് ചിലപ്പോൾ എന്ത് ചെയ്ത ഈ നിത്യതയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയിൽ ആമേൻ വീഴ്ചകളും കുറവുകളും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാതെ വരും. അപ്പൊ ആരെ കുറ്റക്കാരായി തീരുന്നതെന്നറിയോ? ഇവിടെ നിന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത് ഞാൻ കുറ്റക്കാരായി തീരും. അപ്പൊ അതുകൊണ്ട് വചനമായിട്ട് തന്നെ പറയണം. തൊട്ട് താഴെ പറയുന്നത് എന്താ? അവയെ ആചരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞത് തന്നെ ഞാൻ അനുസരിക്കണം. ഞാനിതനുസരിക്കാതെ പറയാൻ എനിക്ക് വ്യവസ്ഥയില്ല. ഇതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗ്ഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. കർത്താവായ യേശു ക്രിസ്തു ആമേൻ ഭൂമിയിലായിരുന്ന സമയത്ത് ആലയത്തിൽ നിന്നു അല്ലെ, യെശയ്യാപ്രവാചകന്റെ പുസ്തകം എടുത്ത് വായിച്ചു. അവിടെ എന്താ ചെയ്ത്? ഇവനാരും ഞങ്ങളോട് ഇതൊക്കെ സംസാരിക്കുന്നത് അവിടെ ഉപദ്രവം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്തിൽ അങ്ങനെ ഉപദ്രവങ്ങളൊക്കെ കുറവാണ്. പക്ഷേ വേണ്ടത്ര രീതിയിൽ ഏറ്റെടുക്കുന്നില്ല. പലതും നൈസായിട്ട് അങ്ങനെ സ്വന്തം പറഞ്ഞൊക്കെ പോവാം. പക്ഷെ എനിക്ക് പലപ്പോഴും ചില കാര്യങ്ങളോട് ബന്ധത്തിൽ എനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അത് മനസ്സിലാകേണ്ടത് പോലെ ഒരു ചെറിയ രൂപമൊക്കെ എടുത്ത് എൻ്റെ എന്തെങ്കിലും ചില അനുഭവങ്ങളൊക്കെ എടുത്ത് അത് മനസ്സിലാക്കിപ്പിക്കും. അവരെ മനസ്സിലാക്കിപ്പിക്കണം, പഠിപ്പിക്കണം. അങ്ങനെയാണ് ദൈവജനം എന്താന്ന് അതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിക്കണം. നമ്മൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ ഗസ്റ്റായിട്ടൊക്കെ വിളിക്കുമ്പേ നമ്മൾ ചിന്തിക്കും, കർത്താവ് ഇവിടെ ആ വചനം തന്നെ നമ്മളോട് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഞാൻ ഈ വചനം സംസാരിച്ച എനിക്ക് വിഷമമാവോ? നമ്മൾ ചിന്തിക്കുക വിഷമാവോ? അപ്പൊ ഞാൻ സ്വയം തീരുമാനിക്കും മയത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന പോലെ മയത്തിൽ സംസാരിക്കും. ഇച്ചിരി കടുപ്പൊക്കെ കുറച്ച് സംസാരിക്കും. എനിക്ക് നിൽക്കാതെ ഓർമ്മയുണ്ടാവുള്ളൂ.
ആമേൻ. പിന്നെ നമ്മൾ എന്താണ്, പക്ഷേ അവർക്കത് അനുഗ്രഹമായിരിക്കും. ഞാനത് അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ ചിലപ്പോൾ അത് അവര് ഗൗരവമായിട്ട് എടുക്കില്ല. പലപ്പോഴും ഞാൻ ഹല്ലേലൂയ ആമേൻ ഭയപ്പെട്ട് വചനം പറയാൻ എണീക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആ സമയത്ത് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കേണ്ടത് പോലെ തന്നെ സംസാരിക്കണം. ആമേൻ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതിങ്ങനെ പഠിപ്പിക്കണം. ഇതിങ്ങനെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. ഹല്ലേലൂയ. തൊട്ട് താഴെ പറയുന്നത് എന്താ? നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെ പരീക്ഷന്മാരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. അപ്പൊ ഞാൻ ഈ കാര്യം ഇവിടെ പറഞ്ഞ് പഠിപ്പിച്ചില്ലെങ്കിൽ എങ്ങോട്ട് പോകില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എടുത്ത് പഠിപ്പിച്ചു അല്ലേ, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു അല്ലെ. സ്വർഗത്തിൽ പോകില്ലാണ്. ഞാനല്ല ഇത് പറഞ്ഞിരിക്കുന്നത് തെറ്റല്ലേ. ഞാൻ മറച്ചു വെച്ചാൽ, ഇത് മാറ്റി വെച്ചാൽ എന്ത് ചെയ്യുന്ന പറഞ്ഞേ, സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയനായി തീരും. എന്നാൽ അവരെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതാണോ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയനായി തീരും. അപ്പൊ നിങ്ങളുടെ നീതി, പരീക്ഷമാരുടെ ശാസ്ത്രിമാരുടെ നീതി അറിയാവുന്ന എത്ര പേർക്ക് അറിയാം? പരീക്ഷമാരുടെ ശാസ്ത്രിമാരുടെ നീതി, പരീക്ഷമാരുടെ ശാസ്ത്രിമാരുടെ നീതി ജോസല, പരീക്ഷമാരുടെ ശാസ്ത്രിമാരുടെ നീതി 10-1 അല്ലെ. 10-1. 10 രൂപ കിട്ടിയ 1 രൂപ ദൈവത്തിന്, 100 രൂപ കിട്ടിയ 10 രൂപ ദൈവത്തിന് അല്ലെ. അവരുടെ നീതിയെ കവിഞ്ഞിരിക്കട്ടെ, പരീക്ഷമാരുടെ ശാസ്ത്രിമാരുടെ നീതിയെ കവിഞ്ഞിരിക്കട്ടെ. സ്തോത്രം. അപ്പൊ നമ്മളിത് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ, പഠിപ്പിച്ചില്ല എങ്കിൽ എന്ത് വചനത്തിൽ എന്താ പറഞ്ഞേ? വായിച്ചതെന്ന് പറഞ്ഞേ. വചനത്തിൽ എന്താ എഴുതിയിരിക്കണേ? സ്വർഗത്തിൽ പോവില്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചേ, എവിടെ ശ്രദ്ധിച്ചേ? സ്വർഗത്തിൽ സ്വർഗത്തിൽ പോവില്ലാന്ന്. ആമേൻ ഹല്ലേലൂയ. അപ്പൊ നമ്മളെന്താ, ഞാനിത് ഉദ്ദേശിച്ച് പറഞ്ഞ വചനമല്ല, ഞാൻ ആ വാക്യന്റെ മനസ്സിലുള്ളതുകൊണ്ട് മോളിത്തെ വാക്യം ഉദ്ദേശിച്ചു പോയതാ. നമ്മൾ ശ്രദ്ധിച്ചേ, ഇത് ഉത്തരവാദിത്തോടുകൂടെ പഠിപ്പിക്കുകയും അതനുസരിക്കുകയും ചെയ്യിപ്പിക്കേണ്ടതും എൻ്റെ ഉത്തരവാദിത്തം ആർക്കും കിടക്കുക. ആമേൻ നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മളത് ഉത്തരവാദിത്തോട് പറയും. പക്ഷെ പലപ്പോഴും ഹല്ലേലൂയ ആമേൻ ആ വചനത്തിന്റെ ആ അർത്ഥത്തിൽ എടുക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? പക്ഷേ നമ്മുടെ അതിൽ ഉറച്ചു നിൽക്കണം. കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. ഹല്ലേലൂയ. ഈ 5-ാം അധ്യായം അവൻ എങ്ങനെയാ കർത്താവ് പറഞ്ഞല്ലേ അല്ലെ. അവൻ എങ്ങനെയാ പറഞ്ഞത്? പുരുഷാരത്തെ കണ്ടാറെ അവൻ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ സംഭവം. ഇത് അപ്പോസ്തലന്മാരോ ശിഷ്യന്മാരിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞൊന്നുമല്ല. കർത്താവ് ദൈവം പറഞ്ഞ കാര്യത്തിന് നമ്മൾ ഒരിക്കലും മാറ്റം വയ്ക്കരുത്. ആമേൻ. ഒരു പുരുഷനെ നിയമിച്ചു, അവൻ ഒരു ദിവസത്തേക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദിവസം നിശ്ചയിക്കുന്നത് എന്നാണെന്നൊന്നും ഒരു ബോധ്യമില്ല അല്ലെ. അപ്പൊ വീശുമുറം അവന്റെ കയ്യിലുണ്ട്. യോഹന്നാൻ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്ന സംഭവം. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവന് കളത്തെ മുറ്റും വെടിപ്പാക്കും, ഗോതമ്പ് കളപ്പുരിയിൽ കൂട്ടിവെക്കും. കതിരാണോ പതിരാണോ? നിങ്ങളുടെ നീതി പരീക്ഷമാരുടെ ശാസ്ത്രിമാരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വകാര്യത്തിൽ കടക്കില്ല. അപ്പൊ കളപ്പുരയിലേക്ക് കടക്കണമെന്ന് ഞാനൊരു കതിരാണോ പതിരാണോ എന്ന് ശോധന ചെയ്യാൻ ഒരു അവസരം ഭൂമിയിൽ ഇപ്പോഴാ. ഇനി ഞാൻ ഈ നമ്മള് ദൈവത്തിന് കൊടുക്കേണ്ട കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എത്ര തിരിച്ചു കൊടുക്കണം അറിയാമോ? എന്തോ ശ്രമിച്ചാൽ 4 ഇരട്ടിയല്ലേ? 4 ഇരട്ടി തിരിച്ചു കൊടുത്തോളൂ. അപ്പൊ ഇന്ന് മുതൽ കണക്ക് കൂട്ടണം. 4 ഇരട്ടി എന്ന് പറഞ്ഞിട്ട് വീട് വിറ്റാലും തീരില്ല, ഇരിക്കണ കിടപ്പാടും വിറ്റാലും തീരില്ല. കാരണം അതുപോലെ നമ്മൾ ഉപയോഗിച്ചു, മടിച്ച് ഉപയോഗിച്ചു. ആമീൻ. ഇങ്ങനെ വചനം പറയുന്നുണ്ടെങ്കിലും ഹല്ലേലൂയ കർത്താവ് യേശുക്രിസ്തു നമുക്ക് വലതുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥകളെല്ലാം ദൈവം നല്ലപോലെ അറിയുന്നുണ്ട്. ആമേൻ. നമ്മൾ ദൈവത്തെ പറ്റിക്കുന്ന ഒരു സ്വഭാവമായി തീരരുത്, പറ്റിക്കുന്ന ഒരു അനുഭവമായി തീരരുത്. നമ്മൾ കുറച്ചു മുമ്പ് ദൈവത്തെ ആരാധിച്ചു, കർത്താവിനെ മാത്രം കർത്താവിനെ സ്തുതിച്ചു. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് എന്തുണ്ടാകണം? കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഒരു പ്രാഗൽഭ്യം ഉണ്ടാകണം. ഈ ആയുസ്സും ആരോഗ്യവും ബലവും എല്ലാം താൽക്കാലികമാണ്. ഹല്ലേലൂയ അല്ലെ. പലരും വരാൻ പറ്റാതിരിക്കുന്ന ആളുകളുണ്ടല്ലോ. സമയം കൊണ്ട് ഇങ്ങനെ കടന്നു പോകും. ഹല്ലേലൂയ. പ്രായമാകണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഹല്ലേലൂയ. ഇപ്പൊ ഈ നിന്ന് സംസാരിക്കുന്ന ഞാൻ അടുത്ത ഞായറാഴ്ച ഇവിടെ ശുശ്രൂഷിക്കാൻ വരുമെന്ന് ദൈവത്തെ ഒരു ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. അത്രേ ഉള്ളൊരു മനുഷ്യന്റെ കാര്യം. ജീവിതം ഒരു നിളയല്ലയോ,
ഒരു വീർത്തം പൊട്ടിപ്പോണതാ, ഇതാ കൊള്ളുക. ആ ഞാൻ ദൈവത്തിന്റെ മുന്നിൽ വിശ്വസ്തനായിരിക്കണം. എനിക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇത് കർത്താവ് യേശു ക്രിസ്തു വ്യക്തമായി സംസാരിച്ച വിഷയമാണ്. ഇത് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഹല്ലേലൂയ, നാം ദൈവത്തിന് മുന്നിൽ എത്രത്തോളം വിശ്വസ്തതയുണ്ട്, എത്രത്തോളം വിശ്വസ്തയുണ്ട്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകി തന്നു, നമുക്ക് ആ നല്ല വസ്ത്രങ്ങൾ തന്നു, നല്ല ഭക്ഷണങ്ങൾ തന്നു. പക്ഷെ ദൈവത്തോടുള്ള കാര്യത്തിൽ ഹല്ലേലൂയ, ദൈവസഭയുള്ള കാര്യത്തിൽ ദാരിദ്ര്യത്തിലേക്കല്ല, അതിനു വേണ്ടിയിട്ടല്ല നമ്മളൊന്നും ചെയ്യേണ്ടത്. പുഷ്ടിയുള്ളവരായിരിക്കണം, പുഷ്ടിയുള്ള ദൈവസഭയായിരിക്കും, ഒന്നിനൊരു കുറവുകൂടാതെ വേണം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കേൾപ്പിച്ച വചനത്തെ കർത്താവിന്റെ കാര്യങ്ങൾ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ നീതു സശബ്ദം കൊണ്ട് പ്രാർത്ഥിച്ചു.